ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊതുകിനെയും അതുപോലെ തന്നെ പല്ലിയൊക്കെ തുരത്താൻ പറ്റിയൊരു കിഡിലൻ ടിപ്സും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണോളം വലിയ ജീരകമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു വലിയ ജീരകത്തിൻ്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ കൊതുകിനെ ഓടിക്കാനുള്ളൊരു നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലിയ ജീരകം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് വേഗത്തിൽ അത് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കളർ ഇതുപോലെ ഒന്ന് ചേഞ്ചായി കിട്ടണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു വരുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ചൂടോടുകൂടി തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഇടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇത് ഒരുപാട് ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് കുത്തിയെടുത്ത് പൊടിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന്ന് വരുന്ന ഈ ഒരു സ്മെല്ല് തന്നെയാണ് നമ്മുടെ കൊതുകിനെയും അതുപോലെ തന്നെ പല്ലി ഒക്കെ വീട്ടിലേക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു നല്ലൊരു റെമഡി തന്നെയാണ് കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് കൊതുകും അതുപോലെ തന്നെ പാറ്റകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ അതിനൊക്കെ ഓടിക്കാനുള്ള ഒരു കിഡിലൻ റെമഡിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഇതുപോലെ അധികം കുഴിയൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു പാത്രം എടുക്കുക കേട്ടോ. അധികം കുഴിയൊന്നും വേണ്ട. അപ്പോഴാണ് നമുക്ക് ആ ഒരു വലിയ ജീരകത്തിൻ്റെ സ്മെല്ല് നന്നായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള പാത്രം തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പൊടിച്ച ആ ഒരു വലിയ ജീരകത്തിൻ്റെ പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതുപോലെ അധികം കുഴിയൊന്നും ഇല്ലാത്ത കുഞ്ഞു പാത്രം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കത്തുന്ന സമയത്ത് എണ്ണ മാത്രം തനിച്ച് കത്താണ്ട് കൂട്ടത്തിൽ ആ നമ്മൾ പൊടിച്ചിരിക്കുന്ന ആ ഒരു ജീരകം കൂടെ കത്തി ആ ഒരു നന്നായിട്ട് ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ കൂടെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് നമ്മുടെ ആ വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങി കിട്ടത്തക്ക രീതിക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം കുഴിയില്ലാത്ത പാത്രമാകുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവും നമുക്ക് വരില്ല കേട്ടോ. പിന്നെ നമുക്കിതുപോലെ ഒരു തിരി ഒന്ന് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മുക്കിയെടുത്ത് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ സന്ധ്യാസമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ അത്ര നല്ലതാണ് കേട്ടോ. നമുക്ക് കോൾഡൊക്കെ വരുന്ന സമയത്ത് ഇതിന്ന് വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, കോൾഡൊക്കെ ഇല്ലാതാവാനും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ആ തലവേദനയൊക്കെ മാറിക്കിട്ടാനൊക്കെ ഇതിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. ഈ ഒരു സ്മെല്ല് അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് തന്നെയാണ് കൊതുകിനും പല്ലിക്കും പാറ്റയ്ക്കും ഒന്നും അത് ഇഷ്ടമില്ലാതെ പോകുന്നത് കേട്ടോ. പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് വരാത്ത രീതിക്ക് തന്നെ ഈ ഒരു സ്മെല്ല് അവർക്ക് ഇഷ്ടമാവില്ല. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് ഇതിന്ന് വരുന്നത്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ വരുന്ന ഈ കൊതുക് മൂലം നമുക്ക് ഡെങ്കിപ്പനി ഒരുപാട് വൈറൽ ഫീവറൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് ഇതുപോലെ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും നമുക്കൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ചെയ്ത് നോക്കുക. വീട്ടിലൊരിക്കലും കൊതുക്, ഈച്ച, ഈ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ഈച്ച ശല്യമൊക്കെ നമുക്ക് ഇല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ കൊതുകിനെയും അതുപോലെ തന്നെ ഫ്രൂട്ട് സീസൺ കാരണം ഉണ്ടാകുന്ന ഈച്ചയൊക്കെ തുരത്താൻ പറ്റിയൊരു കിഡിലൻ ടിപ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പും കൂടെ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ചെറുനാരങ്ങൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രാമ്പുമാണ് കേട്ടോ. ക്രാമ്പ് നമുക്ക് ചെറുനാരങ്ങൻ്റെ മുകളിലേക്കായിട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ ഈ ക്രാമ്പിൻ്റെയും അതുപോലെ തന്നെ ലെമണിൽ നിന്നൊക്കെ വരുന്നൊരു സ്മെല്ല് തന്നെയാണ് കൊതുകിനെയും അതുപോലെ തന്നെ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ഈച്ചയൊക്കെ തുരത്താൻ പറ്റിയൊരു കിഡിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് തന്നെയാണ്.
അപ്പോൾ ഇത് നമ്മൾ ജനലിൻ്റെ അരികിലും കർട്ടൻ്റെ പുറകിലും അതുപോലെ തന്നെ കിച്ചണിൽ നമ്മുടെ ഷിങ്കിൻ്റെ അരികിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊതുക് ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഫ്രൂട്ട് സീസൺ കാരണം ഉണ്ടാകുന്ന ആ ഒരു ഈച്ച ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ബെഡ്റൂമിൻ്റെ അരികിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രൂട്ട് സീസൺ കാരണം ഉണ്ടാകുന്ന ആ ഈച്ച ശല്യം ഉണ്ടാവില്ല, കൊതുക് ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന 2 ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന കൊതുകിനെയും അതുപോലെ തന്നെ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ഈച്ചയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇല്ലാണ്ടാക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കി കളയാം. അത്രയ്ക്ക് നല്ല ടിപ്സായിരുന്നു ഇത് രണ്ടും. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് വലിയ വലിയ രോഗങ്ങളൊക്കെ പരത്തുന്നതാണ് ഈ കൊതുകും അതുപോലെ തന്നെ ഈച്ചയൊക്കെ. ഡെങ്കിപ്പനി, ഒരുപാട് വൈറൽ ഫീവറൊക്കെ നമുക്ക് സ്പ്രെഡാവും ഈ ഒരു കൊതുകിനെ കാരണം. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ ഹാനികരമല്ല, നല്ലതുമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ 2 ടിപ്സും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.